പ്രണയിച്ച് കല്യാണം കഴിച്ച് സ്വന്തമാക്കിയ തൻ്റെ പാതിയായ ഭർത്താവ് മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥൻ. അദ്ദേഹം നാട്ടിലേക്ക് കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്നു. ഭാര്യ സ്നേഹത്തോടെ നൽകിയ ഭക്ഷണം അത്രയും രുചിയോടെ കഴിക്കുന്നു. അദ്ദേഹം അറിഞ്ഞില്ല അതിനകത്ത് ഉറക്കഗുളിക ഉണ്ടെന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് മയങ്ങിപ്പോയ അദ്ദേഹത്തിനെ കാമുകനൊപ്പം ചേർന്ന് 15 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വീപ്പയിലിട്ട് സിമൻ്റ് ഇട്ട് മൂടുന്നു. അത് കണ്ട കുഞ്ഞിനെ അവിടുന്ന് മാറ്റുന്നു. അതിനുശേഷം കാമുകനൊപ്പ് ഹോളി ആഘോഷിക്കാൻ വേണ്ടി മണാലിയിലേക്ക് പോയി ചുംബന രംഗങ്ങൾ കൊണ്ട് മൂടുന്നു. രണ്ടിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ലക്നൌവിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രണയം ഇത്രയും അധപ്പതിക്കുന്നത് എന്തുകൊണ്ടെന്ന് കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രണയം പകയായി മാറുന്നു, അല്ലെങ്കിൽ വഞ്ചനയായി മാറുന്നു, ഇതൊക്കെ കാണുന്നു. പണ്ടും പ്രണയം ഉണ്ടായിരുന്നു, ഇന്നും പ്രണയമുണ്ട്. പണ്ടത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ശരീരത്തെ കണ്ടുകൊണ്ടോ അതിനെയല്ല ഇഷ്ടപ്പെട്ടിരുന്നത് പരസ്പരം, പെണ്ണായാലും ആണായാലും. ഇന്നെന്ന് പറയുന്ന പ്രണയം എന്ന് പറയുന്നത് ശരീരങ്ങളെ ആവുന്നത് കൊണ്ട് തന്നെ ആ ശരീരങ്ങൾ മാറുന്നത് കൊണ്ട് അവരുടെ പ്രണയവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മാറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ പ്രണയിക്കുന്നതായിരുന്നു പണ്ടത്തെ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരാളുടെ മനസ്സിനെ മാത്രമേ അവർക്ക് പ്രണയിക്കാൻ കഴിയൂ. അവിടെ ശരീരം മാറ്റാൻ പറ്റില്ല, മനസ്സിനെ മാറ്റാൻ പറ്റില്ല. ഇന്ന് ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ആളെയാണ് ശരീരം നോക്കി മാത്രമാണ് പ്രണയിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മാംസനിബദ്ധം എന്നൊക്കെ പറയത്തില്ലേ, അതിനപ്പുറത്തേക്ക് മനസ്സ് മനസ്സിലാക്കാനോ മനസ്സിനെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നൊരു പ്രണയമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേദനിപ്പിക്കാനോ ചതിക്കാനോ പറ്റില്ല.